ഹലോ ഗൈസ്, അങ്ങനെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. എനിക്കറിയത്തില്ല, കുറേ പേരിനോട് കുറേ നാളായി ചോദിക്കുന്നത് എന്താ ശേഷി വീഡിയോസ് ഇടാത്തതെന്ന്. വേറൊന്നുമല്ല, എനിക്കറിയത്തില്ല, എനിക്കൊരു വീഡിയോ ഇടാനൊരു തോന്നിയില്ല. എന്തെങ്കിലും നമുക്കിങ്ങനെ തോന്നിയാലല്ലേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ വയസ്സും പ്രായമൊക്കെ ആയില്ലേ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഈ ചെരുപ്പ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത് ഈ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഞാൻ അന്ന് പോയതെന്ന്. അതെൻ്റെ പപ്പയുടെ ചെരുപ്പ് കേട്ടോ. ദിസ് വീഡിയോ ഇസ് അബൌട്ട് കുട്ടനാട് കേട്ടോ. നമ്മളങ്ങനെ നാട്ടിൽ വന്ന് തിരിച്ചെത്തി. എന്നാലും ഒരു 3 ആഴ്ച നമ്മൾ നാട്ടിലുണ്ടായിരുന്നു. വളരെ കുറച്ച് ടൈം വന്നതും പോയതും എല്ലാം ഒന്നും അറിഞ്ഞില്ല. എന്നിരുന്നാലും നല്ലതായിരുന്നു കേട്ടോ. ഭയങ്കര മഴയായിരുന്നു, പക്ഷേ ഓക്കെ, മഴയൊന്നും നമുക്ക് പുത്തരിയല്ലോ. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഫുൾ മഴയാണല്ലോ. അതൊക്കെ നമുക്ക് യൂസ്ഡ് ആണ്, കുഴപ്പമില്ല. വാട്ടെവർ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ വന്നു, ഒരു 1 വീക്ക് കുട്ടനാട് നിന്നു. അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ വെച്ചാൽ പൂവാർ ഐലൻഡാണ് കേട്ടോ. പൂവാർ ഐലൻഡിൽ എന്തോ വലിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ അവിടെ ചെന്നിട്ട് ഒരു സംഭവം ഉണ്ടായില്ല. അതായത് എനിക്കതൊരു സംഭവമായിട്ട് തോന്നില്ല. അവിടെ ബോട്ടിംഗ് ആയിരുന്നു ഉണ്ടായിരുന്ന ഒരു കുട്ടനാട്ടുകാരെ. എനിക്കതൊരു ബോട്ടിങ്ങോ അതൊരു സംഭവമായിട്ട് തോന്നില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയതുമില്ല കേട്ടോ, പോയില്ല, ബോട്ടിങ്ങിന് പോയില്ല. പക്ഷേ അത് പോയത് വെർത്തായി. കാരണം എനിക്ക് ബീച്ചസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂടുതലും നമ്മുടെ ഈ ആളുകൾ ക്രൗഡഡ് ആയിട്ടുള്ള ബീച്ചസിനേക്കാളും ഇഷ്ടം ഇതുപോലുള്ള തുറകളാണ് കേട്ടോ. അതായത് ആരുടെയും ശല്യമില്ല, നല്ല സൺലൈറ്റ്, പിന്നെ എന്താ നമുക്ക് ഒറ്റയ്ക്ക് ഇന്ന് ചില്ല് ചെയ്യാം, ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ തന്നെ ഇരിക്കാം. എന്ന് വെച്ചാൽ ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൊല്ലത്താണെങ്കിൽ പോലും ഞാൻ എപ്പോഴും ഈ കൊല്ലം ബീച്ചിൽ പോകുന്നതിൽ നല്ലത് ഇതുപോലുള്ള അടുത്തടുത്ത് കുറേ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ബീച്ചസ് പോകണമെന്ന് ഞാൻ എപ്പോഴും പറയാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ നല്ല വെയിലാണ്, എന്നാലും എനിക്ക് കുറേ നേരം തൊപ്പിയൊക്കെ വെച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, വേഗം പോകാം, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് സേഫ് അല്ല എന്ന്. അതെന്തായാലും അതൊക്കെ ഒരു തെറ്റിദ്ധാരണ. അവിടെ അങ്ങനെ ഇരിക്കുന്ന പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇത്ര നാളും പോയിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ സമാധാനമായിട്ട് കുറേ നേരം ഇല്ല കേട്ടോ, ഒരു 1/4 മണിക്കൂർ 1/2 മണിക്കൂർ കഷ്ടിച്ച് അവിടെ നിന്ന് ഞാൻ കുറേ കക്കയൊക്കെ പെറുക്കി. എന്താ പറയുക, എനിക്കറിയത്തില്ല, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം കുറേ നാൾ കൂടി ഇന്നലെ ബീച്ചൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു നൊസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നട്ടുച്ച നേരമായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി. നമ്മൾ ബീച്ച് വരുമ്പോൾ എന്തായാലും സീ ഫുഡ് കഴിക്കണമല്ലോ. ആക്ച്വലി ഞാൻ നാട്ടിൽ പോയത് തന്നെ അതിന് വേണ്ടിയാണ്, സീ ഫുഡ് കഴിക്കാൻ. അപ്പം നമ്മൾ ബീച്ചിന് അടുത്തുള്ള സൺഡേ ആയിരുന്നു, അതുകൊണ്ട് അധികം കടകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അടുത്തുള്ള ഒരു ഹോട്ടലിൽ നമ്മൾ തന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് മീൻ എടുക്കുക, എന്നിട്ട് അവരപ്പോൾ തന്നെ അത് പൊളിച്ച് തരും. അങ്ങനെ അത് കഴിച്ചു അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ കോവളം ബീച്ചിലും കൂടെ പോയി. ഇങ്ങനെ ഈ സംഭവം കണ്ടോ, ഇതിൽ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഒരെണ്ണത്തിന് 100 രൂപ, അങ്ങനെയാണ്, 1 മണിക്കൂറത്തേക്ക് 100 രൂപ. അപ്പം കോവളം ബീച്ചിൽ അത്യാവശ്യം ഇറങ്ങാൻ പറ്റും കേട്ടോ. ഇവിടെ കുറേ ബോയ്സ് യങ്സ്റ്റേഴ്സൊക്കെ ചില്ല് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പം കുറച്ച്